ഇംഗ്ലണ്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ തകർപ്പൻ പ്രകടനമാണ് ഋഷഭ് പന്ത് കാഴ്ചവെക്കുന്നത്. പരമ്പരയിലെ റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യൻ ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റന്റെ സ്ഥാനം. 6 ഇന്നിംഗ്സുകളിൽ നിന്ന് 425 റൺസ് പന്ത് നേടിക്കഴിഞ്ഞു. 607 റൺസ് നേടിയ ഗില്ലാണ് ഒന്നാം സ്ഥാനത്ത്. എന്നാൽ ലോർഡ്സ് ടെസ്റ്റിനിടെ കൈവിരലിന് പരിക്കേറ്റ പന്ത് മൈതാനത്ത് നിന്ന് പുറത്തു പോയിരുന്നു. പകരക്കാരനായി ധ്രുവ് ജുറലാണ് ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കീപ്പിംഗ് നടത്തിയത്. വിക്കറ്റ് കീപ്പിംഗ് നടത്തിയില്ലെങ്കിലും പന്ത് ബാറ്റ് ചെയ്യാനെത്തി. പരിക്ക് കാരണം 4ാം ടെസ്റ്റിൽ ഋഷഭ് പന്ത് കളിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കിടയിലുണ്ട്. എന്നാൽ ഇത്തരം ആശങ്കകളെയെല്ലാം അപ്രസക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ സഹപരിശീലകൻ റയാൻ ടെൻഡോഷറ്റെ. പന്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ പന്ത് കളിക്കുമെന്ന സൂചനയാണ് കോച്ച് നൽകുന്നത്. പരിക്ക് കാരണം വിക്കറ്റ് കീപ്പറായി കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി പന്ത് ടീമിലുണ്ടാകുമെന്നാണ് സൂചന. പന്ത് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം കളിക്കുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറൽ ടീമിലെത്തുമെന്നും കരുതപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ആര് ടീമിൽ നിന്ന് പുറത്താകുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. ഋഷഭ് പന്ത് 4ാം ടെസ്റ്റിൽ കളിക്കുമെന്നത് ഇന്ത്യൻ ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് പന്ത്. ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സുകളിലും പന്ത് സെഞ്ചുറി നേടിയിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 134 റൺസും 2ാം ഇന്നിംഗ്സിൽ 118 റൺസുമാണ് ഋഷഭ് പന്ത് നേടിയത്. 5 വ്യക്തിഗത സെഞ്ചുറികൾ പിറന്നിട്ടും ഇന്ത്യൻ ടീമിന് ഈ മത്സരം വിജയിക്കാനായില്ല. 5 വിക്കറ്റുകൾക്കാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ബെർമിംഗ്ഹാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ 25 റൺസ് നേടിയ പന്ത് 2ാം ഇന്നിംഗ്സിൽ 58 പന്തിൽ 65 റൺസ് നേടി. ലോർഡ്സ് ടെസ്റ്റിൽ പരിക്കേറ്റെങ്കിലും ബാറ്റ് ചെയ്യാനെത്തിയ താരം ആദ്യ ഇന്നിംഗ്സിൽ 74 റൺസാണ് നേടിയത്. ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞ 2ാം ഇന്നിംഗ്സിൽ പന്ത് 9 റൺസ് എടുത്ത് പുറത്തായി. ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ 2-1 പിന്നിലാണ്. ആദ്യ മത്സരത്തിൽ 5 വിക്കറ്റുകൾക്ക് പരാജയപ്പെട്ട ഇന്ത്യ 2ാം ടെസ്റ്റിൽ 336 റൺസിന് വിജയിച്ച് ശക്തമായി തിരിച്ചു വന്നിരുന്നു. ലോർഡ്സിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ 22 റൺസിനായിരുന്നു ഇന്ത്യയുടെ തോൽവി. ആദ്യ ഇന്നിംഗ്സിൽ ഇരു ടീമുകളും ഒരേ സ്കോറിൽ പുറത്തായപ്പോൾ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 192 റൺസിന് ഓൾ ഔട്ടാക്കി. 193 റൺസ് വിജയലക്ഷ്യം എത്തിപ്പിടിക്കാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞില്ല. ജൂലൈ 23 മുതൽ ആരംഭിക്കുന്ന 4ാം ടെസ്റ്റിൽ വിജയിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകും. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നില്ല. ഓൾഡ് ട്രാഫോർഡിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇന്ത്യക്ക് ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കാനായിട്ടില്ല. ആകെ കളിച്ച 9 മത്സരങ്ങളിൽ 4ലും ഇന്ത്യ പരാജയപ്പെട്ടു. 5 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. അവസാനമായി 2014 MS ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഓൾഡ് ട്രാഫോർഡിൽ കളിച്ച ഇന്ത്യ ഇന്നിംഗ്സിനും 54 റൺസിനുമാണ് പരാജയപ്പെട്ടത്. പരമ്പരയിലെ വിജയ സാധ്യത നിലനിർത്തണമെങ്കിൽ ഇന്ത്യക്ക് 4ാം ടെസ്റ്റിൽ വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് ബാറ്ററായി കളിക്കുമെന്നത് ഇന്ത്യൻ ടീമിന് പ്രതീക്ഷ പകരുന്നുണ്ട്. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കളിക്കുമോ എന്ന കാര്യവും ആരാധകർ ഉറ്റുനോക്കുകയാണ്. പരമ്പരയിൽ 3 ടെസ്റ്റുകൾ മാത്രമേ കളിക്കൂ എന്ന് ബുംറയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ബുംറ 4ാം ടെസ്റ്റാണോ 5ാം ടെസ്റ്റാണോ ഇനി ഒഴിവാക്കുക എന്ന കാര്യമാണ് അറിയേണ്ടത്. അതേസമയം ധ്രുവ് ജുറൽ വിക്കറ്റ് കീപ്പറായി എത്തുമ്പോൾ കരുൺ നായർ ടീമിൽ നിന്ന് പുറത്താകുമോ എന്ന ചോദ്യവും ആരാധകരുടെ മനസ്സിലുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.